ബിൻസി ഈ വിഷയം എടുത്തിട്ടാലും ആ വിഷയം അവിടെ കഴിഞ്ഞു, എനിക്ക് ആ വിഷയത്തിൽ സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് പോകുന്നതിന് പകരം എവിക്റ്റായി പോയതിനു ശേഷം മറ്റുള്ള മത്സരാർത്ഥികളോട് തോന്നിയ ഒരു തരം കുശും ലൈവിൽ മസ്താനിയും അതുപോലെ ബിൻസിയും തമ്മിൽ പൂരാതി വഴക്കാണ് നടക്കുന്നത്. സംഭവം വേറൊന്നുമല്ല, ഇവിടെ മസ്താനി എവിക്റ്റായി വന്നതിന് ശേഷം ബിൻസി പുറത്തൊരു വീഡിയോ ഇട്ടല്ലോ, പുള്ളിക്കാരിയുടെ യൂട്യൂബിൽ എങ്ങാണ്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പാനി വന്നിടത്ത് ഇടുന്ന ആ ഒരു ചെണ്ടമേളം എല്ലാം കൂടെ ചേർത്തിട്ട് പഴയ ഇൻ്റർവ്യൂവിൽ ഉള്ളൊരു രംഗമൊക്കെ കട്ട് ചെയ്തിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ഷോർട്സ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ചോദിച്ചുകൊണ്ടൊക്കെയാണ് ഇവിടെ ഇവർ തമ്മിലൊരു വഴക്കുണ്ടാവുന്നത്. അപ്പം മസ്താനി ചോദിക്കുന്നുണ്ട്, നീ ഒരു ട്രോള് വീഡിയോ ഒക്കെ ഇറക്കിയില്ലേ, എനിക്ക് റിപ്പോർട്ട് അടിച്ച് കളയാൻ എനിക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ എനിക്ക് നല്ല രീതിയിൽ അത് റിപ്പോർട്ട് അടിച്ച് കളയാനൊക്കെ എനിക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഇവിടെ പകുതി തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെ ബിൻസി അങ്ങോട്ട് ഇളകി. ഇവിടെ മസ്താനി പറഞ്ഞു, നീ നിൻ്റെ ചാച്ചൻ്റെ ഓട്ടോറിക്ഷയിൽ നിന്നല്ലേ ഇവിടെ ഇറങ്ങിപ്പോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് കേട്ടതും ബിൻസി അവിടെ ഇരുന്നിട്ട് ചാടി അങ്ങോട്ട് എണീച്ചിട്ട് അങ്ങോട്ട് തുടങ്ങി, നീ വെളിയിൽ പുട്ടിയിട്ടല്ലേ നടക്കുന്നത്, നീ ഇവിടെ നിന്ന് കട്ട നെഗറ്റീവായിട്ടല്ലേ ഇറങ്ങിപ്പോയത്, മറ്റേതാ മറിച്ചതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എന്തിനാ റീ എൻട്രി ചെയ്തെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവർക്ക് ഇതൊരു ബിഗ് ബോസ് തീർന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇവർ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീ എൻട്രി കൊടുത്ത് ബിഗ് ബോസ് വീണ്ടും ഇവരെ ബിഗ് ബോസ് ഗെയിം അവിടെ ചെന്ന് കളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു റീ എൻട്രി ആയിട്ടാണെന്നാണ് ഇവർ കരുതിയേക്കുന്നതെന്ന് തോന്നുന്നു. ഈ വാഴകൾ സത്യം പറഞ്ഞാൽ ചന്തകളെക്കാളും കഷ്ടമാണ്. ഇവിടെ മസ്താനി ഒരു രക്ഷയില്ല കേട്ടോ. പുള്ളിക്കാരി കുറച്ച് പറഞ്ഞിട്ട് അവിടെ ചെന്ന് മിണ്ടാതിരിക്കുന്നുണ്ട്. ബാക്കിയെല്ലാം കിടന്നലയ്ക്കുന്ന ബിൻസിയാണ്. ഇവിടെ ബിൻസിയെക്കാളും എത്രയോ ഭേദമാണ് മറ്റുള്ള ആൾക്കാരെ, ഈ ശൈത്യ ഇവരെക്കാളും എത്രയോ ഭേദമാണ് മസ്താനി അല്ലേ. മസ്താനി ഇത്രയും ഒരു നെഗറ്റീവ് ഉണ്ടാക്കി, ഇത്രയും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ടൊന്നും മസ്താനി ഇറങ്ങിപ്പോയിട്ടില്ല. ആകെ ഈ അപ്പാനിയുടെ ഒരു ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ടും പിന്നെ രേണുസുധിയുടെ ഒരു ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ടുമാണ് മസ്താനി ഇറങ്ങിപ്പോയിട്ടുള്ളതും. രേണുസുധിയുടെ ഈ പറഞ്ഞിട്ടുള്ള PR ടീമുകളൊക്കെയാണ് മസ്താനിയുടെ ഈ ഒരു വിഷയം വെളിക്കൊണ്ടിട്ടതും. അല്ലാതെ മസ്താനി അവിടെ ഇത്രയും വലിയ പ്രശ്നങ്ങളൊന്നും മസ്താനി ഉണ്ടാക്കിയിട്ടില്ല. ഇതുപോലൊരു കുത്തിത്തിരിപ്പ് എത്രയോ ഭേദമാണ് മസ്താനി അല്ലേ. എനിക്ക് തോന്നുന്നു മിക്കവാറും മസ്താനി പോസിറ്റീവായിട്ട് തന്നെ, നെഗറ്റീവായിട്ട് ഇറങ്ങിയ മസ്താനി പോസിറ്റീവായിട്ട് തന്നെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ബിൻസി, ശൈത്യ ഇവരൊക്കെ വീണ്ടും കട്ട നെഗറ്റീവായിട്ട് തന്നെ വീണ്ടും ഇറങ്ങി വരത്തേ ഉള്ളൂ. കാരണം ഇവരൊക്കെ ബിഗ് ബോസ് കളിക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ അകത്ത് കയറി പോയിക്കുന്നത്. എന്തുകൂടെ ഇതിൻ്റെ അകത്ത് എന്നിട്ട് ചുമ്മാ കടന്നിട്ട് അങ്ങോട്ട് വഴക്കുണ്ടാക്കുവാണ്. ഇന്നലെ അനുമോള് കേസിനകത്ത് ഈ ബിൻസിക്കൊക്കെ എന്തൊരു വായായിരുന്നു, ഈ ശൈത്യക്കും ബിൻസിക്കും. ഇപ്പം ഈ മസ്താനിയുടെ പേഴ്സണൽ കാര്യങ്ങൾ, പുറത്തുള്ള കാര്യങ്ങൾ, നിന്റെ യഥാർത്ഥ പേര് വെളി വന്നില്ലേ, നീ പൊട്ടിയിട്ടല്ലേ നടക്കുന്നത്, നീ ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് പോയില്ലേ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് പേഴ്സണൽ കാര്യമല്ലേ. അപ്പോൾ ഈ അനു പറഞ്ഞപ്പോൾ അവിടെ മാത്രമേ പേഴ്സണൽ കാര്യമായിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്നും പേഴ്സണലായിട്ടുള്ള കാര്യമല്ലേ. ഒരാളെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളല്ലേ ഇവിടെ ബിൻസി എടുത്തിട്ട് ചർച്ച ചെയ്ത്. അപ്പം അവർക്ക് എന്തോ ആവാം, മറ്റുള്ളവർ പറയുമ്പോഴാണ് അത് വിഷയം. അപ്പോൾ എന്തായാലും നല്ല ലൈവിനകത്ത് നല്ല വഴക്കുണ്ട്. സത്യം പറഞ്ഞാൽ ഇവർക്ക് ഒരു റീ എൻട്രി കിട്ടിയ സമയത്ത് അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് ഇവർക്ക് അറിയത്തില്ല. കാരണം ഇവർക്കുണ്ടാക്കിയ ഒരു നെഗറ്റീവ് ഉണ്ടല്ലോ, അത് അവിടെ ചെന്ന് അകത്ത് ചെന്നിട്ട് വെള്ള പൂശിയാണെങ്കിൽ വെളുപ്പിക്കാം എന്നുള്ളൊരു ധാരണയിലാണ് ഇവർ കയറിപ്പോയിട്ടുള്ളത്. ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊക്കെ ഇനി എന്ത് വെളുപ്പിച്ചാലും ഇത് വെളുക്കാൻ പോകുന്നില്ല. ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്നൊരു സംഭവമാണ്. പിന്നെ ഇതൊക്കെ ജനങ്ങൾ ഓൾറെഡി മറന്നു തുടങ്ങിയൊരു സാധനമാണ്. നിങ്ങൾ ഈ വട്ടം ഈ റീ എൻട്രി ആയിട്ട് പോയിട്ട് അവിടെ ചെന്നിട്ട് എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ നിൽക്കുമായിരുന്നെങ്കിൽ വീണ്ടും പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി എടുത്തുകൊണ്ട് വന്നിട്ട് നിങ്ങളെ എങ്ങനെ ന്യായീകരിച്ച് വെളുപ്പിക്കാനുള്ള പരിപാടി നിങ്ങൾ നോക്കിക്കൊണ്ടാണ് വീണ്ടും ഇപ്പം നെഗറ്റീവായി നാറിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഇവിടെ അപ്പാനി കയറിപ്പോയ സമയത്ത് വലിയ കുഴപ്പമില്ലായിരുന്നു. വീണ്ടും അക്ബറുമായിട്ട് വീണ്ടും ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്ത് വീണ്ടും അപ്പാനി ഇപ്പോൾ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് അപ്പാനി തന്നെ പറയുന്നുണ്ട്. അപ്പാനിക്ക് പിന്നെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അപ്പാനി പറയുന്നുണ്ട്, എനിക്ക് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എനിക്ക് ഇവിടുന്ന് കുറേ പൈസ കിട്ടിയാൽ അത് ഞാൻ എൻ്റെ കടങ്ങളൊക്കെ തീർത്തിട്ടുണ്ടെന്ന് അപ്പാനി പറയുന്നുണ്ട്. അപ്പം നെഗറ്റീവ് ആയാലും ഇതൊന്നും അപ്പാനിക്ക് കുഴപ്പമില്ല, പുള്ളിക്ക് കുറച്ച് പൈസ കിട്ടിയാൽ മതി, അത്രയേ ഉള്ളൂ. അക്ബറിൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ ലൈവിനകത്ത് ഞാൻ കണ്ടതാണ്. അപ്പം അതുപോലെ ആദില, നൂറ ഈ റീ എൻട്രി ആയിട്ട് ഇവർ കയറി ചെന്നപ്പോഴത്തേക്ക് ആദില, നൂറ വീണ്ടും ഇവരെ പഴയ സ്വഭാവത്തിലേക്ക് ഇവർ വന്നേക്കുവാണ്. പഴയ ഒരു നിലപാടില്ലാത്ത ഒരു സ്വഭാവത്തിലേക്ക് അക്ബറും പഴയ ഒരു സ്വഭാവത്തിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട്. ഇവരെല്ലാം വീണ്ടും എക്സ്പോസ് ആയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയിട്ട് അഖിൽ മാരാറ് ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിനെ പറ്റിയിട്ട് അഖിൽ മാരാറ് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പം അതിലൊരു കാര്യം നമുക്കൂടെ നോക്കാം. അതിൽ ചെറിയൊരു ഭാഗം ഞാൻ അവിടെ വയ്ക്കാം.
ഇവിടെ ചർച്ച ചെയ്യാൻ പാടില്ല. ഇനി ബിൻസി ഈ വിഷയം എടുത്തിട്ടാലും ആ വിഷയം അവിടെ കഴിഞ്ഞു, എനിക്ക് ആ വിഷയത്തിൽ സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് പോകുന്നതിന് പകരം എവിക്റ്റായി പോയതിന് ശേഷം മറ്റുള്ള മത്സരാർത്ഥികളോട് തോന്നിയ ഒരുതരം കുശുമ്പും അസൂയയും അതുപോലെ സ്വയം എന്തോ സംഭവമാണ് എന്ന് കരുതി അകത്തേക്ക് വന്ന് കയറിയിട്ട് ഭയങ്കരമായ രീതിയിൽ മത്സരാർത്ഥികൾ തുടക്കത്തിൽ ഗെയിം കളിക്കുന്ന പോലെ ഇവർ വന്ന് കിടന്ന് മലമറിക്കുകയാണ്. യഥാർത്ഥത്തിൽ റീ എൻട്രി എന്ന് പറഞ്ഞാൽ ഈ കഴുതകൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് തിരിച്ച് ഹൗസിനുള്ളിലേക്ക് കയറുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്കൊരു നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ നെഗറ്റീവിനെ പോസിറ്റീവാക്കി ഇറങ്ങാൻ ബിഗ് ബോസ് തരുന്ന ഒരു അവസരം കൂടിയായിട്ട് നിങ്ങൾ അതിനെ കാണണം. അപ്പം നമ്മളെ ഇന്നലെ ജനം തെറ്റിദ്ധരിച്ചിട്ടുള്ള വിഷയങ്ങളിൽ വളരെ ബുദ്ധിപരമായിട്ട് ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കി നിങ്ങളവിടെ ചെയ്തിട്ടുള്ള ആക്ട് മനസ്സിലാക്കി, അതായത് കേട്ടല്ലോ, അഖിൽ പറഞ്ഞ കറക്റ്റ് കാര്യം തന്നെയാണ്. ഇവർക്ക് കിട്ടിയ ഒരു ചാൻസും കൂടാണ് ഇവരെ നെഗറ്റീവ് ഇവർ പുറത്ത് അകത്തുണ്ടാക്കി വെച്ച് ഇവർ വെളിയിൽ വന്നപ്പം ഇവർക്ക് ഏക്കണ്ട വന്ന കുറേ നെഗറ്റീവ് കമൻസുകൾ, കുറേ ആൾക്കാരെ ഡീഗ്രേഡിങ്, ഇതൊക്കെ അവരെ കയ്യിലിരിപ്പുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത്. അല്ലാതെ ആൾക്കാർ മനഃപൂർവ്വം ഇവരാരെയും പിടിച്ച് ഡീഗ്രേഡ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പം ഇതൊക്കെ ഒരു പോസിറ്റീവാക്കി ഇറക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് കൊടുത്തൊരു അവസരവും കൂടെയാണ്. അത് ഇവർക്ക് നല്ല രീതിയിൽ അതിൻ്റെ അകത്ത് നിന്നിട്ട് ഇവർക്കത് പ്രയോഗിക്കാമായിരുന്നു. നേരെ മറിച്ച് ഇവരെന്താണ് ചെയ്തത്, റീ എൻട്രി സമയത്ത് ഇവർക്കുണ്ടായ നെഗറ്റീവുകൾ അത് വെള്ളപൂശി വെളുപ്പിച്ച് വീണ്ടും അതെടുത്തിട്ട് ചർച്ചയാക്കി ഞാൻ ശരിയാണെന്നുള്ള രീതിയിൽ കൊണ്ട് വരുത്തി തീർക്കണം. അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് അവിടെ ഇവിടെയും പോയിരുന്ന് കുറേ ചായയും കുടിച്ച്, കുറേ കട്ടൻ ചായയും കുടിച്ച്, കുറേ കോഫിയും കുടിച്ച്, എപ്പം നോക്കിയാലും നമ്മൾ കാണുന്ന റീൽസിനകത്ത് അവിടെയും പോയി ഇവിടെയും പോയി, കുറേ വീഗാലാൻഡിലും പോയി, കുറേ മലയിലും പോയി കറങ്ങി അടിച്ച് പ്ലാൻ ചെയ്ത് അവസാനം കയറി പോയിട്ട് എന്തുവായി ഈ പറഞ്ഞിട്ടുള്ള ഡബിൾ കട്ടപ്പയായിട്ടാണ് ഇതൊക്കെ ഇറങ്ങി വെളിയിലോട്ട് വരാൻ പോകുന്നത് അല്ലേ. ഇപ്പോൾ ഇവിടെ മാന്യമായിട്ട് ഇവർക്ക് കിട്ടിയൊരു ചാൻസ്, ഇവരെ കുറച്ചെങ്കിലും ഒരു പോസിറ്റീവ് ഇവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു അവസരമായിരുന്നു. അതവിടെ ചെന്നിട്ട് എല്ലാവരുമായിട്ട് സന്തോഷത്തോടു കൂടി ആ പഴയ കാര്യങ്ങളൊക്കെ വൈരാഗ്യം, അതൊരു ഗെയിമാണ്, ഇവർ തന്നെ പറയുന്നുണ്ട് അതൊരു ഗെയിമാണ്, ഞാൻ അവിടെ കളഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവരെന്താണ് ചെയ്യുന്നത്, വെളിയിൽ വന്നിട്ട് ഇവർ തന്നെയാണ് ഇതെല്ലാം കുത്തിപ്പൊക്കി ഇതെല്ലാം വളച്ചൊടിച്ച് പ്രശ്നങ്ങളാക്കിക്കൊണ്ടേയിരിക്കുന്നത്. അതാണ്ട് ബിന്നി എന്താണ് കാണിച്ചു കൂട്ടുന്നത്, ബിന്നിയൊക്കെ ഇപ്പം പറയുന്നത് എന്താണ്, ശൈത്യ ഇറങ്ങിയ സമയത്ത് ശൈത്യ എന്താണ് ഈ പി ആറിനെ പറ്റിയിട്ട് പറഞ്ഞത്, ശൈത്യ പറഞ്ഞ് എനിക്ക് പി ആറിനെ പറ്റിയിട്ട് എനിക്കൊന്നും അറിയത്തില്ല, എന്നോട് ആരും പറഞ്ഞിട്ടുമില്ല എന്നാണ് ശൈത്യ പറഞ്ഞത്. പക്ഷേ ഇപ്പം ശൈത്യ എന്താണ് പറയുന്നത്, 15 ലക്ഷം രൂപയുടെ പി ആർ കൊടുത്തിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന്. പിന്നെ ശൈത്യയുടെ കാര്യവും വെളി വന്ന്, ശൈത്യയുടെ കുറേ ഉടായ്പോളും വെളി വന്ന്, അച്ഛൻ 1.5 ലക്ഷം രൂപ കൊടുക്കുന്നതും മോളെ ഒരു മാസം അവിടെ പിടിച്ചു നിർത്താൻ വിനുവിന് പൈസ കൊടുത്തിട്ടുള്ളതും എല്ലാം വിനു തന്നെ പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ സത്യം പറഞ്ഞാൽ ഇവരൊക്കെ ഇങ്ങനെ നിന്നുകൊണ്ടല്ലേ ഇതൊക്കെ ജനങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. മിണ്ടാതിരുന്നായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ജനങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ സാധിക്കത്തില്ലായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ ആയിത്തീർന്നത് ഇവരിങ്ങനെ നിന്നുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്ക് ഈ സത്യങ്ങളൊക്കെ വെളിയിൽ മനസ്സിലാക്കാൻ സാധിച്ചത് അല്ലേ. അതുപോലെ ബിന്നി പറയുന്നത് എന്താണ്, ബിന്നി ഇപ്പം പറയുന്നത് ഞാൻ 16 ഞാൻ എവിടെയും പറഞ്ഞിട്ടുമില്ല, ഞാനല്ല വരുത്തി തീർത്തത്, പിന്നെ ഞങ്ങളെപ്പോലെന്താ ഇപ്പം ബിന്നി ആയിക്കോട്ടെ, ഇവരൊക്കെ പറയുന്നത് കേട്ടിട്ട് ഞങ്ങളെപ്പോലത്തുള്ള ഈ അനുവിനെ ആര് സപ്പോർട്ട് ചെയ്തൊരു 4 വീഡിയോ അനു ചെയ്യുന്ന കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് 4 വീഡിയോ ഒരു 5 വീഡിയോ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ പി ആർ എന്ന് പറഞ്ഞ് കമൻറ്റിൽ എടുത്തുകൊണ്ട് വരും. നിങ്ങൾ അനുവിൻ്റെ പി ആർ അല്ലേ, 16 ലക്ഷം പകുതി നിങ്ങൾക്കും തന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ എണ്ണം എടുത്തുകൊണ്ട് വരും. അപ്പോൾ ഇതൊക്കെ വരുത്തി തീർത്താരാ, ഞങ്ങളെപ്പോലത്തുള്ള ആൾക്കാരാണോ, അതൊക്കെ ഈ കമൻറ്റ് ഇടുന്ന സാധാരണക്കാരായിട്ട് ആൾക്കാരാണോ? നിങ്ങൾ തന്നെയാണ്, ഈ ബിന്നി തന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ കൊണ്ടിട്ടത്. എന്നിട്ട് ഇപ്പോൾ അവർ പറയുന്നത് ഇതൊന്നും ഞങ്ങൾക്കറിയില്ല, ഇതെല്ലാം മാനിപ്പുലേറ്റ് ചെയ്ത് ആൾക്കാർ എടുക്കുന്നതാണല്ലേ. അപ്പോൾ എന്തായാലും കൊള്ളാം, ലൈവിനകത്ത് ബിൻസിയും മസ്താനിയും തമ്മിലുള്ളൊരു ഫൈറ്റ് എന്തായാലും ഇപ്പോൾ കഴിഞ്ഞിരിക്കുവാണ്. ഞാൻ മസ്താനിയെ തന്നെ സപ്പോർട്ട് ചെയ്യും കേട്ടോ ഈ ഒരു വിഷയത്തിനകത്ത്. കാരണം മസ്താനി ഇവരെക്കാളും എത്രയോ ഭേദമാണ് മസ്താനി. എന്നാലും പുള്ളിക്കാരി പോസിറ്റീവായിട്ട് തന്നെ തിരിച്ചിറങ്ങി വരും എന്നാണ് എനിക്കൊരു വിശ്വാസമുള്ളത്. കാരണം മസ്താനിയെ പറ്റിയിട്ട് ഞാനൊരു നെഗറ്റീവായിട്ടുള്ളൊരു ഞാനൊരു വീഡിയോ മസ്താനി കുറ്റം പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഞാൻ പിന്നെ ചിന്തിച്ച് ഈ ചന്തകളെക്കാളും എത്രയോ ഭേദമാണ് മസ്താനി അല്ലേ. മസ്താനി ഇത്രയും വിഷയങ്ങളൊന്നും അവിടെ ഉണ്ടാക്കിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് വരെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അതിൻ്റെ ആവശ്യമില്ല. ഒരു പുള്ളിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു സൈഡിൽ നോക്കിയപ്പോഴത്തേക്ക് ഇവരെക്കാലൊക്കെ എത്രയോ ഭേദമാണ് മസ്താനിനെ എനിക്ക് തോന്നിപ്പോയി. അതുകൊണ്ടാണ് മസ്താനിയെ പറ്റിയിട്ട് രണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം മസ്താനി ഇറങ്ങി കഴിഞ്ഞപ്പം ഏഷ്യനെറ്റിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ, ഏഷ്യനെറ്റിന് കൊടുക്കുന്ന ഒരു ഇൻ്റർവ്യൂവിലൊക്കെ ഉള്ളൊരു കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്ത് വെച്ച് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക.